ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംവിധായകന്റെ പി ഭാസ്കർ എന്ന് പറയാനുള്ള സിനിമയാണ്. വലിയൊരു പ്രോജക്റ്റാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ഈസ്റ്റ് ബാംഗ്ലൂരിലെടുത്ത സിനിമയാണ് അത്. ആദിശങ്കർ അത് ഒരു 3 വർഷം അവർ 141 വരെ കണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആരും ശരിയാവാതെ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ കയ്യിൽ വന്നപ്പെട്ടതാണ്. അത് ഭദ്രമാക്കാൻ പറ്റി. 5 ഭാഷയിലും അത് സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പൊ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം അത് മുട്ടയൊക്കെ അടിച്ചിട്ട് ആ ഒരു രീതിയിലുള്ളതാണ്. ഇപ്പൊ ഞാൻ ഷൂട്ടിംഗ് സമയത്തും ഇപ്പൊ ഹിമാലയത്തിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടത്തേക്ക് ആ പ്രായം ഞാൻ വളരെ യങ്ങായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഒരു 10 മണിക്ക് സൺറൈസ്. അപ്പൊ അത് ഹിമാലയത്തിലൊക്കെ ഷൂട്ട് ചെയ്യാൻ ബദ്രീനാഥ്, ഋഷികേശ്, ഹരിദ്വാർ, ഗംഗപ്രയാഗ്, രുദ്രപ്രയാഗ്, അങ്ങനെ അതൊരു വല്ലാത്ത അനുഭവം. കാരണം അവിടുത്തെ ഒരു സൺറൈസ് എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് കിട്ടുന്നത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ. കാരണം നിറച്ചും മലയല്ലേ ഹിമാലയത്തിൽ. ഒരു 3 മണി നേരം ഈ സമയത്തിനുള്ളിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പൊ എല്ലാം എനിക്കെന്തോ ഒരു പവർ കിട്ടിയിരുന്നു. കാരണം അല്ലെങ്കിൽ ആ എല്ലാവരും ആ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാവ്യ വസ്ത്രവും ഇങ്ങനെ അത്ര ഉള്ളു സാധനം. കട്ട് പറയുമ്പോൾ തന്നെ എല്ലാവരും പുറത്തു പോകണം. അപ്പൊ തന്നെ ഒരു രസായി എന്ന് പറഞ്ഞത് അതുകൊണ്ടൊന്നും ഇങ്ങനെ കവർ ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് പക്ഷെ അത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഞാനത് അങ്ങനെ പെട്ടത് ഭാസ്കർ മാഷ് പറഞ്ഞ കുട്ടിക്ക് എന്നെ കുട്ടീന്ന് വിളിക്കും. ഞാൻ അങ്കിളുന്നു എന്തോ ഒരു ഇതുണ്ട്. അതിന്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേക ഒരു പവർ ആദിശങ്കരനായിട്ട് അഭിനയിക്കാൻ എന്ന് പറഞ്ഞു. അത് വളരെ രസകരമായ 2 കൊല്ലം എടുത്തു അതിന്റെ. കാരണം ഓരോ സെറ്റ് ഇട്ട് പെയിന്റ് അടിച്ച് ഉണങ്ങി ആ സീൻ അവിടെ എടുത്ത് അങ്ങനെ. കാരണം ചുമ്മാ അതുപോലെ അന്ന് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ലൈറ്റ് പാടില്ല. 1200 വർഷത്തിന് മുമ്പുള്ള സംഭവങ്ങളാണ്. പിന്നെ ആ ക്യാരക്ടർ ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തിരുന്നു. അവർ എന്നെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് തന്നിരുന്നു. അതിലെ പാട്ടുകൾ കംപ്ലീറ്റ് തന്നിരുന്നു. അപ്പൊ പാട്ടിന്റെ സീനൊക്കെ എന്ന് വെച്ചാൽ നമ്മളത് എനിക്ക് കുറച്ച് പാട്ടിന്റെ ഒരു പാട്ടുപണിത്തിന് അടുപ്പുള്ളതുകൊണ്ട് അതിലെ പാട്ടാണ് ആ ഭജഗോവിന്ദം. അതിനകത്താണ് ത്രിപുര സുന്ദരി ദർശന ലഹരി ത്രിഭുവന സൗന്ദര്യ ലഹരി ലഹരി സൗന്ദര്യ ലഹരി. അതൊക്കെ എല്ലാ പാട്ടും ഹിറ്റായിരുന്നു അതിനകത്ത്. ശങ്കര ദിഗ്വിജയം, പിന്നെ കുറെ ശ്ലോകങ്ങളും. അതിനിടയ്ക്ക് ഞാൻ വേറെ പടത്തിൽ ഹീറോയുടെ അഭിനയിച്ചെങ്കിലും ആ ശങ്കരാചാര്യ എന്നുള്ള ആ റോള് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം എപ്പോഴും ഇപ്പൊ ആലോചിച്ചാൽ പോലും എനിക്കത് ശരിക്കും റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളും. അത് ഓരോ അളകനന്ദ, ഭാഗീരഥി, ഗംഗ ഓരോ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യും. പിന്നെ ബസ്സിൽ ഇങ്ങനെ കയറ്റം കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അവിടുത്തെ എന്താ പറയാ, അവിടുത്തെ സീനറീസ് എങ്ങോട്ട് തിരിച്ചാലും പ്രത്യേകിച്ച് ക്യാമറ സൈഡ് നോക്കി വെക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ വെച്ചാലും ഫ്രെയിം നന്നായിരിക്കും. അത് അത്ര ഭയങ്കര. യു രാജഗോപാൽ എന്ന് പറഞ്ഞ മാർസ് ബെറ്ററിലൂടെ ചെമ്മൈനിൽ വർക്ക് ചെയ്ത ആളാണ് അതിന്റെ ക്യാമറ. ടൈറ്റിൽ റോളാണല്ലോ. അപ്പൊ നമ്മളില്ലാത്ത ഫ്രെയിംസില്ല, എല്ലാ സോങ്ങിലും അതിനും. ആ സമയത്ത് തന്നെ ഈ ദാസേറിനൊക്കെ ആയിട്ട് എനിക്ക് വളരെ ക്ലോസ് ആവാനായിട്ട് പുള്ളി കുറച്ച് ആധ്യാത്മിക ഇതുള്ള ആളാണ്. അപ്പൊ അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് കണ്ടതിന് ശേഷം പിന്നെ എപ്പോൾ കണ്ടാലും എന്നോടൊരു തരം വാത്സല്യം പുള്ളിക്കുണ്ട്. അപ്പൊ ഒരു 10, 28, 29 പാട്ടുകൾ എന്നെ വിളിച്ച് ഞാൻ ചെല്ലുമ്പോൾ തന്നെ പുള്ളി മോനെ ഇവിടെ ഒരു ചേറങ്ങെടുത്ത് അവിടെ എത്തി. ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരായ മാഷ്, അർജുന മാഷ്, എ ടി ഉമർ, ജോയ്, ഇവിടെയുള്ള മിക്കവാറും മ്യൂസീഷ്യൻസിന്റെ അടുത്ത് പാട്ട് പഠിച്ച് പുള്ളി പാടുന്ന വരെ വിറ്റ്നസ് ചെയ്ത് അവിടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഈ ദാസേറിന് ഇപ്പൊ നാളെ സുജാതയുടെ മോളുടെ കല്യാണത്തിനോട് പറഞ്ഞ് ശങ്കരാചാര്യമായിട്ട് അഭിനയിക്കുന്നവരും അന്നൊരു 1000 സിനിമ അഭിനയിച്ചാലും അതിനൊപ്പം നിൽക്കില്ലെന്ന് പുള്ളി ഇപ്പോഴും എന്റെ മോനൊക്കെ ഉണ്ടായിരുന്നു പറയുമ്പോഴത്തേക്ക്. കാരണം ഞങ്ങളുടെ കല്യാണച്ചേരി സുജാതന്റെ കസിനാണ്, എന്റെ മോളാണ്. അപ്പൊ അന്ന് പറഞ്ഞു. അപ്പൊ അതിപ്പോഴും ആ ഒരു ഇപ്പൊ കാണുമ്പോഴും പല ആൾക്കാരും എന്നെക്കാൾ ഒരുപാട് മൂത്ത ആൾക്കാർ പോലും അന്നൊക്കെ എന്നെ വളരെ റെസ്പെക്റ്റോടുകൂടി ആണ് നമ്മളെ ഇത് ചെയ്യുന്നത്. ഈവൻ ഇന്ത്യ വൈസ് പ്രസിഡന്റ്, സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഒക്കെ അവർ ഇൻവൈറ്റ് ചെയ്ത്, ഞാൻ പോയില്ല എങ്കിലും അവരൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത് അവരെ ഗസ്റ്റ് ആയിട്ടൊക്കെ. അതൊരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആണ്. ആ റോളും ആ കഥാപാത്രവും. കാരണം ആദിശങ്കർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കൾച്ചർ ബേസ് ചെയ്തിരിക്കുന്ന തന്നെ അതിനകത്താണ്. വഞ്ചി പോലില്ലാത്ത കാലത്ത് ഹിമാലയം വരെ നടന്ന് ആ പ്രായത്തിൽ 32 വയസ്സുകളിൽ ഇതൊക്കെ ചെയ്ത ഒരു കഥാപാത്രം. ആദ്യത്തെ ഷോട്ടിന് വളരെ രസകരമാണ്. കാരണം ഒരാള് പരമ്പരാഗതികൾ വിശ്വസിച്ചിരുന്ന ആളകത്ത് ശ്രാദ്ധകർമ്മത്തിന്റെ പൂജ നടന്നിരിക്കുകയാണ്. ആ പുറത്തു വന്ന് വാതിലടയ്ക്കും. അപ്പൊ ഇങ്ങനെ ആദിശങ്കരൻ ഒരു ദൈവാംശമുള്ള ശിവന്റെ അംശമാണ്. അടച്ച വാതിലിന് വിജ്ഞാനത്തിൽ വിളികൾ നിർത്താൻ കഴിയുമോ? അതാണ് ഫസ്റ്റ് ഡയലോഗ്. എന്നിട്ട് വാതില് അടച്ച വാതിലിൽ കൂടി തന്നെ അകത്തേക്ക് ഇറങ്ങാം. അതാണ് ഫസ്റ്റ് ഷോട്ട്. അങ്ങനത്തെ അതൊരു വലിയ സംഭവമാണ്. അടച്ച വാതിലിന് വിജ്ഞാനത്തിൽ വെളിയിൽ നിർത്താൻ പറ്റുമോ? അത് ശരിയാണ്. നമുക്ക് എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ നോബഡി ക്യാൻ സ്റ്റോപ്പ് us. അതാണ് ഫസ്റ്റ് ഡയലോഗ്. പിന്നെ ഞാൻ അതിനുശേഷം ചെയ്ത പടമാണ് അണിയറ. അതിൽ ഭരതൻ സംവിധാനം ചെയ്ത ഞാൻ ഹീറോ ആയിരുന്നു. MG സോമചാരൻ എന്റെ ചേട്ടനായിട്ടുള്ള ഹീറോ ഞാനായിരുന്നു. പിന്നെ M3 നോവല് സീത, അതായത് നടി അംബികയുടെ ഫസ്റ്റ് ഹീറോയിൻ പടം, അതിലെ ഹീറോ ഞാനായിരുന്നു. പിന്നെ NN പിഷാരി സംവിധാനം ചെയ്ത മുത്ത്, അടൂർ ബാസിച്ചേട്ടൻ, റാണിചന്ദ്ര, സുമിത്ര. അതാണ് ബാസിച്ചേട്ടൻ എന്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കണമായിരുന്നു. അതാണ് രസം.
അങ്ങനെ 4 ഹീറോ പടങ്ങൾ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി കളറിന്റെ ഒരു അഭിപ്രായം വന്നപ്പോൾ അന്നത്തെ കാലത്ത് ഒരു 48 പടം പെട്ടിയിലായിപ്പോയി. നസീർക്കയുടെ ഒരു 19 എണ്ണം, മധുചേട്ടന്റെ 9 എണ്ണം, സോമൻ ചേട്ടൻ, സുധാചേട്ടൻ. അപ്പൊ ഈ കയറി വരുന്ന എന്റെ 7 ഹീറോ പടങ്ങൾ പെട്ടിയിലാണ്. ഞാൻ ഐ വാസ് ജസ്റ്റ് കെപ്റ്റ് അവേ ഫ്രം ദ ഫീൽഡ്. ഇടയ്ക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ബിസിനസ്സൊക്കെ ഗൾഫിൽ പോയി തിരിച്ചു വന്നിട്ടാണ് ആദ്യമായിട്ട് പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് ചിറക്കൽ രാജാവായിട്ട് ഫസ്റ്റ് സീൻ ഞാൻ മമ്മൂട്ടിയുള്ള സീനായിരുന്നു. ഫസ്റ്റ് ഷോട്ട് MT പറഞ്ഞിട്ട് എന്റെ തന്നെ എടുത്തത്. അപ്പോ ഉണ്ണി ഇനി തലശ്ശേരിക്കില്ല ആ ഡയലോഗാണ് എന്റെ ഫസ്റ്റ് ഷോട്ട്. അത് ഹിറ്റായാലും സന്തോഷമുണ്ട്, കാരണം ആദ്യമായിട്ട് നമ്മുടെ ഷോട്ട് എടുത്തു. പിന്നെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ അവരെ പോപ്പുലർ ആക്കിയത് റോമിയോ എന്ന് പറഞ്ഞ സിനിമയാണ്. റാഫി മക്കാട്ടിൻ, രാജസേനൻ. അത് നല്ലൊരു ആദ്യം വരെ അതിനകത്ത് വില്ലനായിട്ട് പ്ലാൻ ചെയ്തത്. ഈ പടം കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ കുറെ കഥകളുടെ വെച്ചിങ്ങനെ കാട്ടിന്ന് ക്യാമറ ഒക്കെ വെച്ചൊരു ഭയങ്കര മ്യൂസിക്കൊക്കെ കൊടുത്തത്. ആ സീൻ എടുത്തു കഴിഞ്ഞ് കുറച്ചപ്പോ രാജസേനൻ റാഫിയും കൂടെ പറഞ്ഞു, ചേട്ടാ ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നേ, ഈ ജയരാജ് മേനോൻ എന്ന് പറഞ്ഞ ഒരു CBI ഉദ്യോഗസ്ഥനായിരുന്ന ആള്, പുള്ളി ഒരു നെഗറ്റീവ് ആക്കണ്ട, വില്ലനാക്കാതെ തന്നെ മോളക്ക് വേണ്ടി, മോളെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി പുള്ളി ഇയാളെ ചേസ് ചെയ്യുന്നുണ്ടാക്കിയാൽ പോലെ എന്ന് വെച്ചാൽ പറഞ്ഞത് സബ് യു, കാരണം നിങ്ങളുടെ സ്ക്രിപ്റ്റാണ്, നിങ്ങളുടെ ഡയറക്ടറാണ്, സോ ആസ് യു വിഷ്. അത് പിന്നെ നമ്മൾ കോമഡി ചെയ്യാതെ തന്നെ അതിനകത്ത് കോമഡി വരുന്നുണ്ട്. കാരണം അത് ഒരുപാട് സീനില ദിലീപ ബോളിങ്ങനെ അടിക്കുന്നതും പിന്നെ ആദ്യം തന്നെ ബക്കറ്റിനകത്ത് വീഴുന്നു ആക്കിയിട്ട് അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അതൊരു ഹ്യൂമർ നമ്മൾ കാണിക്കാതെ വരുന്ന സംഭവം. അതൊക്കെ ചെയ്തുകൊണ്ടാണ് പിന്നീട് ഇപ്പൊ ഞാൻ ഇപ്പൊ അഭിനയിക്കുന്ന ഈ ചന്ദ്രമഴ എന്ന സീസൺ അതൊക്കെ ഒരു ഹ്യൂമർ ടച്ചുള്ള സാധനത്തെ തന്നെ വിളിക്കാനും ഒരു കല്യാണി കളവന്നിട്ട് ഫുൾ കോമഡി സീരിയൽ ഞാൻ ഒരു കേണലായിട്ട് മെയിൻ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ പ്രചോദനം ആ റോൾ ചെയ്യാൻ പറ്റുക. അത് ശരിക്കും ഒരു മൈലേജാണ്. ഇപ്പൊ നമുക്ക് സീരിയലിന് കിട്ടുന്ന ഒരു സിനിമകളിൽ ആദ്യം എവിടെയോ ലൊക്കേഷനിൽ പോയാൽ ആൾക്കാർ ഈ സെൽഫി എടുക്കാൻ വന്ന ആൾക്കാരൊക്കെ പറയുന്ന സ്ഥിരമായിട്ട് റോമിയോന്റെ പേരാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ടൈം ഫ്രെയിം ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പ്രാവശ്യം അത് ചിത്രമൊക്കെ ആയിരുന്നു പണ്ട്. അതൊക്കെ എല്ലാത്തിനും ബീറ്റ് ചെയ്ത് റോമിയോ ആണ്. ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ ഫംഗ്ഷൻ കൂടി പ്രോപ്പർ ഡേ, അതായത് ഒഴിവുള്ള ദിവസം, ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓണമാണെങ്കിലും വിഷു ആണെങ്കിൽ റംസാൻ ആണെങ്കിലും അത് പ്രൈം ഡേ പ്രൈം ടൈമിൽ കാണിക്കാന്നുള്ളത് ഇപ്പോഴും സൺഡേസിലൊക്കെ പറയാം. ഇടയ്ക്കൊന്നും വെച്ച് കയറി ഇങ്ങനെ ഇട്ട് ഓടിച്ച് കളയുന്ന പടമല്ല ഇപ്പോഴും. അതിന് കാരണം ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരുള്ളൂ, പടം വരുള്ളൂ. അതിൽ പടം ഇടുമ്പോൾ ആൾക്കാർ പരസ്യക്കാർ പറയുമ്പോൾ റോമിയോ ഓക്കെ, അതാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ പടത്തോട് ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ അന്നത്തെ ഒരു ഭാഗ്യദോഷത്തിന് ചിലപ്പോൾ നല്ലതിനായിരിക്കാം, എല്ലാം നല്ലതിനായിരിക്കാം എന്നറിയാം. അന്ന് ഒരു എന്റെ മനസ്സുബോധം എന്നൊരു സീരിയൽ അതിനകത്ത് ഞാൻ നല്ല റോൾ ചെയ്തത്, അതൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അത് തമിഴ് തെലുങ്ക് എടുത്തപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട റോൾ ചെയ്യാനായിട്ട് ചെയ്തിരുന്നത് ശ്രീനാഥാണ്. പുള്ളി മരിച്ചു പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളുടെ ചേട്ടനായി റോൾ ഇടായിരുന്നതാണ്. കാരണം ഭയങ്കര ഇമോഷണൽ സാധനമാണ്. പുള്ളി ഒരു മിതാഭിനയൊക്കെയാണല്ലോ. അപ്പൊ മലയാളത്തിൽ പറഞ്ഞ പോലെ അല്ലല്ലോ തമിഴ് തെലുങ്ക്. അപ്പൊ ഞാൻ തെലുങ്കിലൊക്കെ ഹീറോയുടെ അഭിനയിച്ചിട്ടുണ്ട്, തമിഴിലെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിയെ മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ടും പുള്ളിയുടെ അപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് പുള്ളിയെ വിളിച്ചാണ്. ശരിയായിരിക്കും, അവർക്ക് എന്നോട് നോക്കാൻ പറയേണ്ട ആവശ്യമില്ല. അത് ഞാൻ കയറിയേറ്റ് ഞാനത് ചെയ്ത് തുടങ്ങിയപ്പോൾ റേറ്റിംഗ് കയറി. ഒരു കൊല്ലം അങ്ങ് പോയി. കാരണം വെച്ചാൽ 15 ദിവസം ഡേറ്റ് ആണോ, 1-ാം തീയതി 15-ാം തീയതി റേറ്റിംഗ് കയറിയപ്പോൾ അവിടെ നിന്ന് സ്ക്രിപ്റ്റോടെ കൊടുത്തിട്ട് മദ്രാസിൽ നിന്നാണ് 1 ലൈൻ വരുന്നത്. മിക്കവാറും ഈ 15 ദിവസത്തിൽ 13 ദിവസമൊക്കെ ഞാൻ ഉണ്ടാവും. ഒരു ദിവസം ഗ്യാപ്പാനായിട്ട് കാര്യമല്ലോ, 2 ദിവസം കമ്മിങ് ആൻഡ് ഗോയിങ്, 17 days അങ്ങ് പോകും. അപ്പൊ സിനിമയിൽ പിടിച്ചാൽ ഡേറ്റ് കൊടുക്കാനില്ല. അങ്ങനെ ആ സിനിമ എന്ന് ശരിക്കും മാറിപ്പോണുള്ള കാരണം ഒരിക്കൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മനസ്സാക്ഷി, ഞാൻ പഴയ സീനിയർ ആയിട്ടുള്ള ആളായതുകൊണ്ട് ഐ ഹാവ് ടു കീപ്പ് ഇറ്റ്. അത് അതുകൊണ്ടാണെന്ന് പിന്നെ ആ റോമിയോന്റെ അത് ചെയ്തതിന്റെ ഒരു ബെനിഫിറ്റ്, അത് കിട്ടേണ്ട ഇത് കിട്ടാനുണ്ട്.